തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിനും പവർ കട്ടിനുമെതിരെ രൂക്ഷ പ്രതികരണവുമായി തീരദേശവാസികൾ. മുട്ടത്തറയിലെ ഫ്ളാറ്റുകളിൽ കഴിയുന്നവർക്ക് ആഴ്ചകളായി കുടിവെള്ളം എത്തുന്നില്ല എന്നാണ് പരാതി. ചൂടിന് പുറമെ കൂനിന്മേൽ കുരുവായി പവർ കട്ട് കൂടി എത്തിയതിൽ രോഷത്തിലാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിലടക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ആഴ്ചകളായി തന്നെ കുടിവെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നോടൊപ്പം മുട്ടത്തറ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഫ്ളാറ്റ് നിവാസികൾ ചേരുന്നു. എത്ര ദിവസമായി ഈ പ്രശ്നം? ഇപ്പം 2 മാസത്തോളം ആകുന്ന വെള്ളം ഇല്ലാതെ. ഈ താഴെ ഇത്തിരി വെള്ളം വരുന്നതാണ് എടുക്കുന്നത്. അത് താഴെയും വെള്ളവും ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും രൂക്ഷമായിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ? ഇല്ല, 2 മാസമായി വെള്ളം ഇല്ലാതെ. താഴെ നിന്ന് വരുന്ന വെള്ളമാണ് കുറേശ്ശെ എടുക്കുന്നത്. അത് വല്ലപ്പോഴുമേ ആ വെള്ളം വരുവുള്ളൂ, സമയത്തിനില്ല. ടാങ്കറിൽ ഇവിടേക്ക് എത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് താണ്ട് ഇപ്പോഴും കൊണ്ടുപോയി ടാങ്ക് വെച്ചിരിക്കുന്നു, വെള്ളം വന്നിട്ടില്ല. ഇന്നലെ കൊണ്ടുവച്ചതാണ്, വെള്ളം വന്നില്ല. അത് നമ്മൾ കുടിക്കൂല വെള്ളം ഒന്ന്. വല്ലവിടെ കൊണ്ടുവരുന്ന ചെളിവെള്ളം നമ്മൾ കുടിക്കുവോ? നമുക്ക് രോഗം ഉണ്ടാക്കും. വെള്ളം കൊണ്ടുവച്ചിരിക്കുകയാണ് ഇവിടെ. ആ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുമോ? അതെടുത്താല് കുളിക്കാൻ പറ്റുമോ? ആൾക്കാർക്ക് ചൊറിച്ചാലും ഒന്നാമതെ ചൂട് ഇടുമ്പോ ആളുകൾ ചൂട് കുരുവില കിടന്ന് നീറയാണ്. ഈ ചൂട് സമയം പവർ കട്ട്, അവർക്കെന്ത് പവർ കട്ട് വേണമെന്നുണ്ടെങ്കിൽ 4 മണി 5 മണിയാകുമ്പോ ഈ സന്ധ്യ നേരം പവർ കട്ട് ആക്കണം. ഈ രാത്രിയൊക്കെ കിടക്കുമ്പോ 2 മണിക്കൂർ 3 മണിക്കൂർ പവർ കട്ടാകുമ്പോ ചൂടാല ആൾക്കാർക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് ഒരു പവർ കട്ട്. ഈ രാത്രി പുറത്തിറങ്ങിയിരിക്കാൻ പറ്റുമോ പെണ്ണുങ്ങൾക്ക്? ചുമ്മാ പവർ കട്ട്. വെള്ളം എടുക്കുകയാണ്. അത് മുകളിൽ ചില സമയത്ത് വെള്ളം കിട്ടൂല. ഇതാ വെള്ളം ഇല്ലാതാണ്. നമ്മൾ എന്തൊരു ചെയ്യും? കുടിക്കുകയും ചെയ്യണം, കുളിക്കുകയും ചെയ്യണം. മക്കൾ ഈ സ്കൂളിൽ പോകണം. മക്കൾ എന്തിനും ചില സമയത്ത് വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഓസിട്ട് ഞങ്ങൾ എവിടെ നിന്ന് വെള്ളം എടുക്കും? ഇന്നലെ കൊണ്ടുവച്ചതാണ് ടാങ്ക്. വെള്ളം വന്നിട്ടില്ല. എന്നാ വെള്ളം നമ്മളെങ്ങനെയാണ് ഇവിടെ നിന്ന് പോയി ഒരേ കുടം കൊണ്ടുപോയി നമ്മൾ എടുക്കുമോ? മക്കൾക്ക് കുളിക്കാൻ വെള്ളം എടുക്കുമോ? 2 മാസം ആകുന്ന ടാങ്കിൽ വെള്ളം കയറാതെ ഈ 2 മാസം കൊണ്ട്. അപ്പൊ ഇതാണ് പ്രതിസന്ധി. ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം ടാങ്കിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ പ്രദേശങ്ങളെല്ലാം നേരിടുന്നത്. ഈ എല്ലാ ഫ്ളാറ്റുകളിലും നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. ഈ വാട്ടർ കണക്ഷൻ, ഈ പൈപ്പ് ഇപ്പോൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ വെള്ളം വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് എത്തിക്കാനും കഴിയില്ല. അഥവാ വന്നാലും വലിയ നേർത്ത അളവിൽ മാത്രമാണ് വെള്ളം വരുന്നത്. അതുകൊണ്ട് ആ വെള്ളം മുകളിലെ നിലയിലേക്ക് എത്താത്ത ഒരു സ്ഥിതിയാണ്. ഇതാണ് ഈ കണക്ഷനാണ്, അതായത് നഗരസഭയുടെ കണക്ഷനാണിത്. വാട്ടർ കണക്ഷനാണ്. പക്ഷേ കുടിവെള്ളത്തിനായി പൈപ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച ഇതാണ്. കാറ്റ് മാത്രമാണ് വരുന്നത്. പുറത്തേക്ക് ചെറിയൊരു ശബ്ദവും കേൾക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഞങ്ങൾ വെള്ളം മേളിലേക്ക് കയറ്റുന്നത്, എന്നാൽ പോലും വെള്ളം വരുന്നില്ല. പ്രഷറില്ല, ഒന്നുമില്ല. ആകെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എല്ലാ വീട്ടുകാരും ഇങ്ങനെയാണ്. ഇത് മാത്രമല്ല, ഫ്രണ്ടിൽ അങ്ങനെ തന്നെയാണ് മൊത്തം എല്ലാവരും. ഇത്ര ഒരു രൂക്ഷമായ അവസ്ഥ ഈ ആഴ്ചയാണോ ഇങ്ങനെ? ഇത് 1 മാസത്തിന് മേളിലായി. അപ്പൊ ഇതാണ് സാഹചര്യം. എന്തായാലും ഇതിന്റെ പേരിൽ നഗരസഭയുടെ കൌൺസിൽ യോഗത്തിലടക്കം വലിയ വാക്പോരുകൾ നടന്നിരുന്നു. ആ വാക്പോരുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ന്യായം ആരുടെ പക്ഷത്തായാലും, അതായത് നഗരസഭയുടെ വീഴ്ച അല്ല, അത് ജല അതോറിറ്റിയുടെ ആണ് എന്ന് പറഞ്ഞാണ് നഗരസഭയിൽ ഭരണപക്ഷം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അത് ആരുടെ ഭാഗത്താണ് ന്യായമെങ്കിലും ഈ സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേ മതിയാകൂ. അതിനുള്ള ഇടപെടലുകൾ എത്രയും വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ വലിയതുറയിൽ നിന്ന് മുട്ടത്തറയിൽ നിന്നടക്കമുള്ള തീരദേശവാസികളുടെ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.